ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. ആ വീഡിയോസ് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത് സത്യം പറഞ്ഞ ഒരു ട്രിപ്പ് പോലെ അല്ലെങ്കിൽ പോലും ഞങ്ങൾ അബുദാബിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് വേറൊരു വീഡിയോ ഇട്ട് തന്നെ ഇടാം. അങ്ങനെ എടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് നമുക്ക് മിസ്സായി ഗൈസ്. ഞാനിവളും ഇവിടെ ഇരുന്ന് പോസ്റ്റായി. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഇവിടെ വിസ പ്രോസസ്സിങ് കഴിഞ്ഞ് നാളെ രാത്രി ഇനി ഫ്ലൈറ്റുള്ളൂ. അപ്പോൾ ഇവർ തന്നെ നമുക്ക് അക്കോമഡേഷനും ഫുഡും എല്ലാം തരും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വിസ പ്രോസസ്സിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു തുടക്കം തൊട്ട് വീട്ടിൽ എത്തേണ്ട നമ്മളാണ് 2-3 മണിക്കൂർ കഴിയുമ്പോൾ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഫേസ് ചെയ്യാനേ പറ്റൂ ഇനി. അങ്ങനെ ഞങ്ങൾ വിസ പ്രോസസ്സിങ്ങിനൊക്കെ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിസ എല്ലാവർക്കും കിട്ടി. സോ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ മാത്രമല്ല ഒരുപാട് പേരുണ്ടായിരുന്നു. പല ഹോട്ടലിലോട്ടായിരുന്നു എല്ലാവർക്കും സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡും മേടിച്ചുകൊണ്ടാണ് പോയത്. കാരണം ഹോട്ടലിൽ ഫുഡ് കിട്ടിയേ അത് ഞങ്ങൾക്ക് ഇനി കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതെനിക്ക് ഇഷ്ടമായില്ല. അത് എന്തുകൊണ്ടും ഇത് വാങ്ങിച്ചത് നന്നായി. പിന്നെ ഞങ്ങളെല്ലാവരും ഈ കാറിൻ്റെ അകത്തുള്ള എല്ലാവരും ഇതേപോലെ ഒരുപാട് കാറിലായിട്ട് ഒരുപാട് പേരെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ട്രിവാൻഡ്രത്തോട്ട് പോകേണ്ട ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. ഞങ്ങളുടെ മാത്രമല്ല, ഒരുപാട് പേരുടെ ഫ്ലൈറ്റ് ഇതേപോലെ മിസ്സായിരുന്നു. വേറെ പല ഫ്ലൈറ്റും പല സ്ഥലത്തോട്ടുള്ളതും പോയി. കാരണം UK നിന്നെടുത്ത ഫ്ലൈറ്റ് 1 hour ഡിലേ ആയിരുന്നു ഗൈസ്. അപ്പോൾ അവരുടെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് പറ്റി, ഞങ്ങൾക്ക് സ്റ്റേ കിട്ടി. അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വന്നതാണ് ഈ ഒരു ഹോട്ടൽ റൂം. ഞാൻ നിങ്ങൾക്ക് ഫുള്ളി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാനും ഋതു എന്താ ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി മുറി വെച്ചാൽ അടിപൊളി റൂം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ ഫ്ലൈറ്റ് ഇപ്പോൾ വീട്ടിൽ എത്തേണ്ട സമയത്താണ് ഈ റൂമിൽ നിന്ന് കോപ്രായം കാണിക്കണമെന്ന് ഓർക്കണം. അവിടെ ഫുള്ള് കിടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ഒരു വഴിയായി. കാരണം ഞങ്ങൾ അവിടെ പോയി ക്യൂ നിന്ന് അവരിത് പറയും, കുറച്ച് മാറ്റി പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഹോട്ടൽ റൂമിൽ നിൽക്കാനുള്ള സ്റ്റേയുടെ കാർഡും പിന്നെ ഫുഡും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ആപ്പ് മേടിച്ച് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം ഹോട്ടൽ രാത്രി ഫുഡ് അടച്ച് കാണും എന്നുള്ളത് കൊണ്ട്. പിന്നെ ഒരുപാട് സമയം എടുത്തു. ഇപ്പോൾ തന്നെ എത്ര മണിയായി? ഇപ്പോൾ 2 മണിയായി. ഇപ്പോഴാണ് നമ്മൾ റൂമിലെത്തിയത്. നമ്മൾ 8:30 കഴിഞ്ഞപ്പം എയർപോർട്ടിലെത്തിയതാണ്. ഇനി നാളെ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോയി ഒരു ടാക്സി വിടും. ആ ടാക്സി കയറുക, എയർപോർട്ടിൽ പോവുക. എന്നിട്ട് അവിടെ നിന്ന് മുംബൈയിൽ നിന്ന് ട്രിവാൻഡ്രം. പക്ഷേ മുംബൈ ടു ട്രിവാൻഡ്രം എയർ ഇന്ത്യയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഫുഡെല്ലാം വന്നു. ഫുഡ് മീൻസ് അവർ ഓൾറെഡി അവിടെ ബൊഫേ ക്ലോസ് ആയിരുന്നു. അങ്ങനെ സാൻഡ്വിച്ച് തന്നിട്ടുണ്ട്, സാൻഡ്വിച്ച് ചിപ്സ്. അപ്പം ഋതു അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇതേ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതെ, ലക്ഷറിയസ് ലൈഫായി പോയി ഗൈസ്. നമ്മൾ റിച്ച് ലൈഫ്. ഓ മൈ ഗോഡ്. ഇത് അവിടെ തന്ന. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ റാപ്പ് വാങ്ങിച്ച് കഴിച്ച്. ഇത് പിന്നെ അവർ നമ്മൾ വന്നിട്ടും ഫുഡ് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് റൂം ഫുള്ളി കാണിച്ചു തരാം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റൂം. നല്ല റൂം. എന്നിട്ട് ഇങ്ങനെ പറയായിരുന്നു, ഇത് നല്ല വ്യൂ ഒക്കെ മിസ്സേരെ വീഴുന്നൊരു പ്രാർത്ഥന മാത്രമേ നമ്മുടെ തലയിലുള്ളൂ. ഞാൻ റൂം കാണിച്ചു തരാം. ഈ കയറിൻ്റെ അടുത്ത് തന്നെ ഒരു മിററുണ്ട്. പിന്നെ അത് ഇവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. പിന്നെ ഇതൊരു വാർഡ്രോബാണ്. ഇവിടെ നിസ്കരിക്കാനുള്ള പായും ലോക്കറും പിന്നെ ചെരുപ്പ് വയ്ക്കാനുള്ള സെറ്റപ്പും ഹാങ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് വയ്ക്കാൻ തുണി മാത്രം നമ്മുടെ കയ്യിലില്ല. പിന്നെ കയറി വരുമ്പോൾ ഇത് നമുക്ക് ലോക്ക് തുറക്കാൻ പറ്റാത്തൊരു ഡോറാണ്. പിന്നെ കുറേ വാൾ പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂം എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. കാരണം എല്ലാ സെറ്റപ്പോട് കൂടിയുള്ള ബാത്റൂം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഷാമ്പൂ, ഷവർ ജെല്ല്, കണ്ടീഷണർ എല്ലാം വച്ചിട്ടുണ്ട് അവർ. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഷവർ ക്യാപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഷവർ ക്യാപ്പും ബഡ്സും എല്ലാം വെച്ചിട്ടുണ്ട്. ബോഡി ലോഷൻ, ഹാൻഡ് വാഷും ബോഡി ലോഷനും വെച്ചിട്ടുണ്ട്. നല്ലൊരു മിററുണ്ട്. പിന്നെ ഞാനുണ്ട്. ഇറങ്ങിയത് എങ്ങനെ, ഇപ്പോൾ നിൽക്കണം എങ്ങനെ, തളർന്ന് ഓടി ഒരു വഴി. കാരണം ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങി ഫ്ലൈറ്റ് അവർ പറഞ്ഞില്ല, ഇനിയില്ല ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ തൊട്ടേ തുടങ്ങിയ ഓട്ടമാണ്. അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ 2 പേരുടെയും ബെഡ്, ഒരു ടേബിൾ ലാമ്പ്, പിന്നെ ഋതു, പിന്നെ ഇതൊരു ടേബിളും TV ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയുള്ള റൂം ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ ഞങ്ങളിങ്ങനെ വരുമ്പം ഇതിൻ്റെ വ്യൂ ഇത് ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റില്ല. പക്ഷേ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. അറിയാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡുള്ള സെറ്റപ്പും പിന്നെ ചായ കോഫിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സെറ്റപ്പും ഉണ്ട്. പിന്നെ താഴെ നമുക്ക് ഫ്രിഡ്ജ് തന്നിട്ടുണ്ട് അവർ. ഇതൊരു കൊച്ചു മിനി ഫ്രിഡ്ജാണ് ഗൈസ്. ഫ്രിഡ്ജ് പക്ഷേ ഇതിനകത്തൊന്നുമില്ല. ഇത്
എയർപോർട്ടിൽ നിന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് അവർ നമ്മുടെ അടുത്ത് എല്ലായിടത്തും മാറി എന്നൊക്കെ പറഞ്ഞു. അതായത് എല്ലാവരും ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി. സംഭവം പുറത്തെന്തോ അപകട സൂചന വന്നിട്ട് വിളിച്ചോണ്ട് പോയി. നമ്മുടെ നെഞ്ച് പൊട്ടിയൊരു പൊട്ടലുണ്ട്. ഞങ്ങൾ വിചാരിച്ച് ചത്ത്. പക്ഷെ ഒന്നും പറ്റില്ല. അത് അങ്ങനെ പോയി 5 മിനിറ്റ് നമ്മൾ തിരിച്ച് വന്ന് ഓക്കെ ആയിരുന്നു. അത് വീട്ടിലൊന്നും ഇപ്പോൾ പറയില്ല, കാരണം അവർക്ക് ടെൻഷനാവും. അതുകൊണ്ട് അതിപ്പോൾ പറയില്ല. പിന്നെ എന്നെ എല്ലാവരും ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയമായിരുന്നു. ഋതു സർപ്രൈസായിട്ട് പോയിരുന്നതാണ്. അതുകൊണ്ട് വീട്ടിലറിഞ്ഞിട്ട്, പക്ഷേ ഇവിടുന്ന് വാട്സപ്പ് കോൾ വീട്ടിലോട്ട് കണക്റ്റ് ആവില്ല. ഞങ്ങൾക്ക് നാളെ രാത്രി വരെയും അവൾക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം വാട്സപ്പ് കിട്ടില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ വീട്ടിൽ. പിന്നെ എൻ്റെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെ കൊണ്ട് ഞാൻ ബോട്ടിം എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച്. അപ്പോൾ നമുക്ക് വീട്ടിൽ കോൾ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഫ്രഷായിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ബാക്കി നമുക്ക് നാളെ കാണാം. ഞങ്ങൾ രാവിലെ എണീറ്റിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മേളിലാണ്. അപ്പോൾ ഞാൻ ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ എടുത്തത് പൊറോട്ടയും ഇവർ വെജിറ്റബിൾ കറി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കണ്ടിട്ട് സാമ്പാർ പോലെ ഉണ്ട്. ദോശ ചോദിച്ചിട്ട് തരും. പിന്നെ കുറച്ച് റൈസും ഹാഷ് ബ്രൗണും വെജിറ്റബിൾ സമോസയും യോഗട്ടും ഹോട്ട് ചോക്ലേറ്റും. ഇതാണ് എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് എടുത്ത ബ്രേക്ക്ഫാസ്റ്റ്. സാമ്പാർ അത് നമ്മൾ ദോശ ചോദിച്ചു. ഒറ്റ കൊള്ളാം, ഈറ്റ പറ്റും. ചായയും കൂടെ എടുത്ത് കഴിച്ച് ഇവിടെ ഫുഡ് വന്നിട്ട് ബൊഫേ പോലെയാണ്. തുമ്മിയതാണ് കാശ്. ഇത് തുമ്മി കാശ്. ഇന്നത്തെ ബ്ലോഗ് ഇത് തുമ്മി. ഇവിടെ ബൊഫേ പോലെയാണ് നമ്മുടെ ഫുഡെല്ലാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതുകൂടെ വച്ച് നിർത്തുകയാണ്. അപ്പോൾ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവർ ചായ കുടിച്ചപ്പോൾ എനിക്ക് ചായ കൂടെ കുടിക്കണം. അപ്പോൾ ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റും കുടിച്ചപ്പോൾ അത് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വയറിൽ സ്ഥലം കിട്ടണില്ല. ഇത് കുടിച്ച് നോക്കട്ടെ. നല്ല മണം പറഞ്ഞുണ്ട്, ഏലക്ക ചായ. നല്ല ആംബിയൻസ് ഉള്ള, നല്ലൊരു സമാധാനം കിട്ടുന്ന രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു ഹോട്ടലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ ഇരിക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ബൊഫേയിലുണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ലതായിരുന്നു. ചിലതൊഴികെ ബാക്കിയെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ കഴിച്ച് ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞാനും ഇതും കിസിയാന്നുകൊണ്ട് ചേച്ചിയെ പരിചയപ്പെട്ടായിരുന്നേ. ഞങ്ങൾ മൂന്നും കൂടെ കറങ്ങാനല്ല, ഉടുപ്പ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ടെന്നൊക്കെ കാണിക്കാനുണ്ട്. അവിടെ മദീന ജായത്ത് ഷോപ്പിംഗ് സെൻറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കടകളൊക്കെ തുറന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇവിടെ നിലവിൽ റിസ്ക് ആയിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷേ അറിയാൻ വയ്യ. ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പോഴും പേടിവശമാണ് ആ ഷോപ്പിംഗ് സെൻറ്റർ. അപ്പോൾ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് പേടിക്കാണ്ട് പെട്ടെന്ന് മുമ്പിലോട്ട് ഇറങ്ങുക, അങ്ങോട്ട് നടന്ന് കയറുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വേറെ പ്രശ്നം വരില്ലായിരിക്കും. കമ്മോൺ, പോയി കുറച്ച് ഷോപ്പിംഗൊക്കെ നടത്തിയിട്ട് വരാം. ഒരുപാട് സാധനം ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് ഓൾറെഡി വെയിറ്റൊക്കെ അവർ നോക്കി അങ്ങനെ തന്നതല്ലേ. അതുകൊണ്ട് സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ട് മേടിപ്പല്ല, അല്ലാണ്ട് ഡ്രസ്സ് നമുക്ക് മാറിയിടാൻ വേണ്ടി കിട്ടുമോ നോക്കാൻ പോവാണ് ഗൈസ്. ഋതു റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഒരു കുറച്ച് സമയത്തിനകം ഒന്ന് പുറത്തോട്ട് ഇറങ്ങും. ഞാനിവിടെ പിന്നെ കാണിക്കുന്നത് ഇവിടെ വായി നോക്കാൻ ഇഷ്ടം. സംഭവം വായി നോക്കാൻ സ്ഥലമുണ്ട്, കാരണം ഞങ്ങളിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ് ഗൈസ്. പുറത്തിറങ്ങിയ ഞങ്ങൾ അവിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇവിടെ നിന്ന് തന്നെ ആ ഗ്ലാസിൻ്റെ അടുത്ത് നിൽക്കുമ്പം തന്നെ അത്രയ്ക്കും
ചൂട് അടിച്ച് ഞങ്ങളുടെ മുഖത്തോട് കയറണമുണ്ട്. കുഴപ്പമില്ല, നോക്കാം. എൻ്റെ പൊന്നു നാട്ടുകാരെ അറിയാൻ ഇവിടെ ഒടുക്കത്ത വെയിലെന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ, നമ്മളിപ്പോൾ ചത്തു പോണത്ര വെയില് പൊള്ളണം മനുഷ്യന്, പറ്റണില്ല. തിരിച്ചവിടെ പോവാൻ എനിക്കറിയാം 40 ഡിഗ്രി സെൽഷ്യസ്. എത്ര നാൾക്ക് ശേഷം ഈ ഒരു ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റണില്ല നമുക്ക്. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പോകണ പോലെ തോന്നുന്നു. തൊട്ടടുത്താണ് മോൾ, അതുകൊണ്ട് മാത്രം പുറത്തോട്ടാണ്. ഇവിടെ നിന്ന് വരുന്നത് ഞാൻ പോവില്ല. സത്യമായിട്ട് ചുമ്മാ പറയണതല്ല, കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ വന്നത് വെയിലത്തോട്ട് ഇറങ്ങുന്നത്. വെയിൽ വന്നാലും ഇത്രയും ആഘാതമുള്ള വെയിൽ ഞങ്ങൾ അടിച്ചിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു ആദ്യം പുറത്തിറങ്ങിയപ്പം. പിന്നെ ഓക്കെ ആയി. ഈ ബിൽഡിങ്ങിനകത്ത് AC ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളെന്തെങ്കിലും കടകളിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കട്ടെ. ഞങ്ങളാണെങ്കിൽ അവിടുത്തെ ഒരു വാച്ച് കടയിൽ കയറിയായിരുന്നു. എന്നിട്ട് എല്ലാ വാച്ച് എടുത്ത് പുറത്തിടിപ്പിച്ച്. സംഭവം ഇത് ആക്ച്വലി അഫോർഡബിൾ ആണെന്ന് ചോദിച്ചാൽ അഫോർഡബിൾ ആണ്. എന്നാൽ ഒരുപാട് വിലക്കുറവോ അല്ലെങ്കിൽ കൂടിയും ഓരോ ബ്രാൻഡഡ് വാച്ചിൻ്റെയും മാസ്റ്റർ കോപ്പിയും ഫസ്റ്റ് കോപ്പിയും ഇവിടെ അവൈലബിൾ ആയിരുന്നു. കയറുമ്പം തന്നെ ഞങ്ങൾ കണ്ടായിരുന്നു ഈ കട. സോ അപ്പോൾ ഞങ്ങളോർത്തു അങ്ങനെ എന്നാൽ വാങ്ങിച്ചു, ഞാനും മേടിച്ചു. ഞങ്ങളിപ്പം ഞാൻ 4 വാച്ച് മേടിച്ച്. അപ്പം ആ ചേട്ടൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രീ ആയിട്ടൊരു അത്ര പോലത്തെ ഒരു ഓയിൽ തന്നായിരുന്നേ. പിന്നെ പാവം ഒരു ചേട്ടൻ അല്ലേ, പാവം ചേട്ടൻ. അങ്ങനെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിന്ന് UK വന്നാലും ആർക്കും പറയണ്ട, ഞങ്ങളെ കഴുത്തിറക്കും, അതുകൊണ്ട് പറയരുതെന്ന് എടുത്തു പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് മോൾ പോലത്തെ ഒരു സെറ്റപ്പിൽ കയറി ഗൈസ്. ഇവിടുത്തെ ഒന്ന് ഉടുപ്പ് നോക്കിയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടുത്തെ ലുലുലോട്ട് നടക്കുന്ന ഗൈസ്. ലുലു നോക്കാൻ നല്ല ക്ഷീണമായിട്ട് റൂമിലോട്ട് തിരിച്ചു പോയി. ഞാനിപ്പം കുറച്ച് ടാൽക്കം പൗഡറും എനിക്കൊരു പെർഫ്യൂം വേണമായിരുന്നു. ഒരു പെർഫ്യൂം, പിന്നെ അതിൽ കൂടുതൽ വാങ്ങിക്കാൻ പറ്റില്ല, ക്യാബിൻ ബാഗിൽ വയ്ക്കാൻ പറ്റത്തുണ്ട്. ഒരു പെർഫ്യൂമേ വാങ്ങിച്ചോളൂ. പിന്നെ വാച്ചും. എനിക്ക് ഒരു ഉടുപ്പ് എടുക്കാൻ പോകണം. അതിൻ്റെ നേരെ റൂമിലോട്ട് ഞാനും പോകും. ഇപ്പോൾ ഞാനുള്ളത് ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് ക്ലോത്തിങ് സ്റ്റോറിലൂടെ മിക്സ് ചെയ്തൊരു സ്ഥലത്താണ്. കുറേ ഉണ്ട്. ഞാൻ എന്തെങ്കിലും ഒന്ന് കയറി നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാനിപ്പം നോക്കണമെന്ന് വെച്ചാൽ ഫ്രോക്ക് മോഡൽ ഉടുപ്പുകൾ എടുക്കാനാണ്. കാരണം അതാകുമ്പോൾ എനിക്ക് ഒറ്റ ഉടുപ്പിൽ കാര്യം തീർക്കാം. എല്ലാം വൈറ്റാണ്. ഞാൻ സമാധാനത്തിൻ്റെ വളരെ പ്രവണ ഗൈസ്. ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇട്ട് നോക്കി ഇഷ്ടമാണ് ഒരെണ്ണം എടുക്കാം എന്നാണ് എൻ്റെ വിചാരം. നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഡ്രസ്സ് എനിക്ക് വേറെ ഒന്നും ഇട്ട് നോക്കാനൊന്നും പറ്റാത്ത രീതിയിൽ തന്നെ ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനുണ്ടല്ലോ പെട്ടെന്ന് ഇട്ട് നോക്കിയിട്ട് റൂമിൽ പോകുന്ന പറയണം ഓരോ ഡ്രസ്സ് എടുത്ത് ഇട്ട് നോക്കിയത്. പക്ഷേ എനിക്ക് ഇടുമ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം എല്ലാം വേണം. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നല്ലേ വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഡ്രസ്സിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാനും പറ്റില്ല. പിന്നെ എല്ലാം കൂടെ വെച്ചുകൊണ്ട് പോകാനുള്ള സ്ഥലവും ഇല്ല. സോ ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് വിഷമിച്ച് ലാസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്ത് ഗൈസ്. ആ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഞാനിങ്ങ് എടുത്തു. സോ ഞാൻ അങ്ങനെ ഡ്രസ്സ് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്കൊരു ബാഗ് വാങ്ങണമായിരുന്നു. കാരണം എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ കവറിലൊക്കെ സാധനം കൊണ്ടുപോകാൻ സമ്മതിക്കുന്നത്. അബുദാബിയിൽ ശരിക്കും സമ്മതിക്കും, കവറെല്ലാം കയ്യിൽ വെച്ചേക്കാൻ പറ്റും. പിന്നെ ഞാനതറിഞ്ഞില്ല. ഞാനാണെങ്കിൽ ബാഗ് മേടിക്കാൻ കയറി. അങ്ങനെ ഒരു ടോട്ട് ബാഗും എടുത്ത് ഞാനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. ബാക്ക് ടു ദാറ്റ് ചൂട്. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാത്തിനും ഒരു ചെറിയ മങ്ങലുള്ള പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പം പൊല്യൂഷനാണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയാൻ വയ്യ. പുകയാണോ എന്ത് ജഗ പുക. ഞാനിപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ ഇതിലിട്ടോണ്ട് ഒരു ബാഗും കൂടെ മേടിച്ചു. ബാഗും മാരുടെ ഉടുപ്പും പിന്നെ എനിക്കൊരു പെർഫ്യൂം എടുക്കണമായിരുന്നു, അതെടുത്ത്. പിന്നെ എന്താണ്ടൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി. വാച്ച് എല്ലാം മേടിച്ചിറങ്ങി. ആ ഹോട്ടലാണ് ഞങ്ങളുടെ സ്റ്റേ, ക്രിസ്റ്റൽ ഹോട്ടൽ. ഞാൻ വർഷങ്ങൾക്ക് ശേഷം വിയർത്ത് ഗൈസ്. ഭയങ്കര ചൂടാണ്. ഇവിടെ ഉള്ളവർ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. തിരിച്ച് റൂമിലെത്തി ഗൈസ്. നമ്മൾ സ്വർഗ്ഗം കിട്ടിയ അവസ്ഥയാണ്. നമ്മൾ നേരത്തെ എത്തി. ഞാൻ വാങ്ങിച്ച സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പോയി കഴിച്ചിട്ട് വന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഇല്ലെങ്കിൽ വല്ല വിയർത്തൊലിച്ച് ദൈവമേ. അവിടെ നമ്മൾ തിരിച്ച് വന്ന് ഒന്ന് ഫ്രഷായിട്ട് ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങണം. അറേഞ്ച്മെൻറ്റും കഴിഞ്ഞ് ഗൈസ്. അതറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ബൊഫയാണ്. ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. എല്ലാ അറേഞ്ച്മെൻറ്റും അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എടുത്തേക്കണേ റൈസും ബട്ടർ ചിക്കനും പപ്പടവും ഒരു ഫിഷും
ഋതുവും സെയിം പോലെ തന്നെയാണ്. പിന്നെ അവൾ കുറച്ച് സാലഡും എടുത്ത്, ഞാനും കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുത്ത് ഗൈസ്. സാലഡും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് ഫാൻറ്റ കഴിച്ച് നോക്കാം. നല്ല ഓർഡർ ചിക്കൻ അല്ലേ? ഫ്ലൈറ്റിൽ അതേ ടേസ്റ്റ്. പക്ഷേ കഴിച്ച് നോക്കാം. മെനു കൊള്ളാമല്ലേ? കുഴപ്പമില്ല. റബ്ബർ പോലെ ഉണ്ട്, പക്ഷേ കൊള്ളാം. കഴിച്ചിട്ട് വരാം. ഞാൻ ഇവിടെ നിന്ന് കുറേ ടൈപ്പ് കേക്ക് ഉണ്ട്, പക്ഷേ ഒരു 3 ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എടുത്തായിരുന്നേ. ഇത് കഴിച്ചു നോക്കിയാ നിർത്താം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതാ റൂമിലെത്തി. ഗൈസ് ഇനി പോയി കുളിച്ച് ഫ്രഷായി നേരെ ഈവനിങ് ആകുമ്പോൾ നമുക്ക് തിരിച്ച് ഫ്ലൈറ്റ് കയറാൻ പോകണം. സോ കമോ ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഞാൻ എന്താ മേലെല്ലാം കഴുകി ഫ്രഷായി ഇറങ്ങി. ഇതാണ് ഞാൻ ഇവിടെ നിന്ന് അടിച്ചുകൊടുപ്പാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇറങ്ങിയതാണെങ്കിലും കറങ്ങി എന്ന് പറയാനില്ല. മോളിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലെത്തി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റൂം, നല്ല ഫുഡ്, അടുത്ത് തന്നെ ഉണ്ട് ഷോപ്പിംഗ് മോൾ. പക്ഷേ ഈ ചൂട് മാത്രം എനിക്കറിയാൻ വയ്യ. പാവം തോന്നണം എനിക്ക് ആൾക്കാരെ കണ്ടിട്ട്. അത്ര ചൂട്. ഇപ്പോൾ ഒരു വെയിലത്തും ഒരുപാട് പേര് ജോലിക്ക് നിൽക്കണം കാണാം. സമ്മതിക്കണം. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഇത്രയും ചൂടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ 40+ ആണ്. നാട്ടിലെ ചൂടിന് ഇത്ര ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ എല്ലായിടത്തും ചൂടുണ്ടെങ്കിലും ഇൻറ്റൻസിറ്റി വ്യത്യാസം വരും. പിന്നെ പെട്ടെന്ന് UK ക്ലൈമറ്റിലെ ചൂട് വരുമെന്നല്ല വരും, പക്ഷെ ഇത്രയും ചൂട് പെട്ടെന്ന് ഒരു ഇൻറ്റൻസിറ്റി അത്രയും മുഖത്തടിച്ചപ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു ഞെട്ടൽ. പക്ഷേ അതേ സമയം നമ്മൾ അവിടെ തന്നെയാണ് ജീവിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അത് അത്രയ്ക്ക് നമ്മളെ ബോധർ ചെയ്യൂലായിരിക്കും. എന്തെങ്കിലും ആവട്ടെ എൻ്റെ ദൈവമേ. അപ്പം ഞാനത് റെഡിയായിട്ട് വരാം. ഗൈസ് ഞാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ വക സാധനങ്ങളെല്ലാം ഞാൻ ഇന്ന് ഇവിടെ നിന്ന് മേടിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പോലെ സാധനം മേടിക്കാൻ പാടില്ല, കാരണം എൻ്റെ ബാഗിൽ സ്ഥലമില്ല. എന്നിട്ടും ഞാൻ മേടിച്ചു. കാരണം വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ. അങ്ങനെ പോയതാണ് ഗൈസ്. ഞാൻ ഉടുപ്പ് മേടിക്കാൻ പോയ ഞാനാണ് എക്സ്ട്രാ കുറേ ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ വന്നതെന്ന് ഓർക്കണം. ഞാനിങ്ങനെയാണ്, എവിടെ പോയാലും ഇങ്ങനെ തന്നെ. പിന്നെ ഇതാണ് ഞങ്ങൾ പോയ ഷോപ്പിംഗ് മോൾ. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന ഒരു നിമിഷമാണ്. കാരണം ഋതു ഇപ്പം ലുലുവിലോട്ടൊന്ന് കയറി. ഞാൻ കുറച്ചുകൂടെ കറങ്ങിയിട്ടല്ലേ വന്നു. അപ്പോൾ അയ്യാത്തോട് തിരിച്ച് വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടൊന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കടയിലോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അത് മിക്കവാറും അങ്ങോട്ട് കാണാനില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ ഒരു ഞാൻ ഇങ്ങനെ കുഞ്ഞു വ്ളോഗായിട്ട് ഇട്ടാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഞാൻ ഓർത്ത് എന്തായാലും അത് ഭയങ്കര ലോങ് ആയി പോയില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ അബുദാബി വ്ളോഗ് എന്നും പറഞ്ഞിട്ട് ഒരു വ്ളോഗായിട്ട് ഇടുന്നത് ഗൈസ്. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും വൈകിട്ടത്തെ ഫുഡും ഇതൊക്കെ കാണിച്ചു തരാം. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഈവനിങ് ഫുഡ് കഴിക്കാൻ പോവാണ്. അത് നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ കമോൺ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഈ റൂമിനോട് ബൈ ബൈ പറയണേ ഗൈസ്. ബൈ ബൈ. അപ്പോൾ ഞങ്ങളിത് ഈ റൂമിൽ നിന്ന് പോവുകയാണ് ഗൈസ്. ബൈ ബൈ. ഇതാണ് ഗൈസ് ഈവനിങ് ഞങ്ങളുടെ ഫുഡ്. ഇത് ഞാൻ മെയിൻ എടുത്തത് ഇതാണ്. ഡെസേർട്ട് അതെടുത്ത്, പിന്നെ ഇത് സാലഡ് ഐറ്റംസ് എടുത്ത്, കോളയും വെള്ളവും. പിന്നെ ഋതു അതുപോലെ എടുത്തിട്ടുണ്ട്. ഫുഡ് നോക്കുമ്പോൾ അല്ലേ അടിപൊളി ഫുഡ്. ഒരു കുഴപ്പമില്ല, നല്ല ഫുഡ്. സൺ കിസ്റ്റാണ് ഗൈസ്. എനിക്ക് ഇഷ്ടമല്ല സൂര്യനെ കിസ് ചെയ്യണം. ഞാൻ ഇവിടെ പറഞ്ഞ് ശരിക്കും വേണ്ടി നമ്മുടെ ദുബായിൽ നിന്ന് അബുദാബിയിലെ ഇന്നത്തെ ലാസ്റ്റ് ഫുഡാണ് ഗൈസ്.
അങ്ങനെ ഗൈസ് താങ്ക് യു. അങ്ങനെ ഞങ്ങളുടെ അബുദാബിയിലെ സ്റ്റേ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിനി പിക്കപ്പ് കയറാൻ പോവുകയാണ്. അതിനുശേഷം ഞങ്ങൾക്ക് നേരെ എയർപോർട്ടിൽ പോയി അവിടെ നിന്ന് ഫ്ലൈറ്റ്. അത്രേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ഇവരുടെ ഫുഡെല്ലാം നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഞങ്ങൾക്ക് ഇവരുടെ പേരെല്ലാം ഇവർ തന്നായിരുന്നു. എന്നിട്ട് അതിലേക്ക് റിവ്യൂ അതുകൂടെ ഇടാൻ വേണ്ടിയിട്ട് അത് ഇനിയിപ്പോൾ കുറച്ച് മിനിറ്റ് റിവ്യൂ ഇടാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ അബുദാബി യാത്ര. ബാക്കി പിന്നെ മറ്റ് വ്ളോഗിലായിരിക്കും ഞാൻ ആഡ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇതൊരു അൺഎക്സ്പെക്റ്റഡ് പക്ഷെ നല്ലൊരു അനുഭവം അല്ലേ. ഒരു ദിവസം നാട്ടിൽ പോയി, പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല. വേറൊരു അനുഭവം. നല്ല ഫുഡ്, ആ സർവീസ് ലിഫ്റ്റാണ്, നല്ല ഫുഡ്, നല്ല ആൾക്കാർ, എല്ലാം സൂപ്പർ. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ. നമുക്കിനി അടുത്ത വേറെ വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വാല്, അതായത് തലയും വാലും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കണേ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ അതോടെ പോയി കാണണം. ഓക്കെ ബൈ.